നമസ്കാരം, ഞാൻ സന്തോഷ് വിൽപ്പൻ നന്ദിയാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ 250ാമത്തെ വീഡിയോ ആണിത്. എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടുമുള്ള എൻ്റെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനങ്ങൾ എനിക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് മഴക്കാലമാണല്ലോ, ഫലവൃക്ഷങ്ങൾ നടുവാൻ പറ്റിയ സമയം. കേരളത്തിലെ എന്തെല്ലാം തരം ഫലവൃക്ഷങ്ങൾ ലഭിക്കുമെന്നും അതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്നും അത് നടന്നത് എങ്ങനെയാണെന്നുമാണ് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിവിധതരം മാവ്, വിവിധതരം പ്ലാവ്, വിവിധതരം റംബൂട്ടാൻ, ഇതൊക്കെയുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഹോം ഗ്രൗൺ എന്ന നഴ്സറിയാണ്. ആ നഴ്സറി നമുക്കൊന്ന് കാണാം. കാഞ്ഞിരപ്പള്ളി ഉഴിക്കത്തോട് ഹോം ഗ്രൗൺ നഴ്സറിയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, മാമച്ചായനും ജിവിയും. ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. തായ്ലൻഡ് പേര് 1 ഇയർ കൊണ്ട് കഴിയും. തായ്ലൻഡ് പേര് അകം പിങ്ക് കളറാണ്, അതാണെങ്കിൽ റെഡ് കളർ. അകം റെഡ് കളറാണ്, കുരുവില്ല. ഇത് എത്ര നാളുകൊണ്ടാണ് കഴിക്കുന്നത്? അതും 1 ഇയർ മതി. പേര 1 ഇയർ മതി. പിന്നെ എത്ര ഇതിൻ്റെ അകലം നടന്ന്? ഇതിൽ 15 അടി അകലത്തിൽ നടണം. 15 അടി. വെള്ളം ആവറേജ് കൊടുക്കണം. ഇതൊക്കെയാണ് പ്ലാവിൻ്റെ വെറൈറ്റീസ് ആണ്. ഇതെന്നാ പ്ലാവാണ്? ഇതാണ് കുരുവില്ലാത്തരാനോ, വിയറ്റ്നാമിൽ നിന്നുള്ളതാണ്. 4-ാം വർഷം കായ്ക്കും. നമ്മുടെ കൈതച്ചക്കയൊക്കെ കഴിക്കുന്ന പോലെ തൊലി എത്തിക്കളഞ്ഞിട്ട്, കൈതച്ചക്ക നമ്മൾ കഴിക്കത്തില്ല, അതുപോലെ തന്നെ സെയിം. അത് എത്ര നാളത്തേക്ക് അത് കഴിക്കുന്ന? 4 ഇയർ. എൻ്റെ പേരെന്നായിരുന്നു? വിയറ്റ്നാം സീഡ് ഫ്രീ ജായ്. ഇത് ഏത് പ്ലാവാ? ഗംലസ്, കർണാടക വെറൈറ്റിയാണ്. 4-ാം വർഷം കായ്ക്കും. വൈറ്റ് കളറായിരിക്കും ഇത്. പഴുത്ത് കഴിഞ്ഞാലും വെള്ള കളർ. ഇത് അരക്കില്ല, അരക്കില്ലാത്തത്. ഓക്കെ. ഇതും ഒക്കെ 15 അടി തന്നെയാണ് നടുന്നത്. പ്ലാവ് ഒക്കെ 20 അടിയൊക്കെ ഉള്ളത് നല്ലതാണ്. വെള്ളമൊക്കെ സാധാരണ നോർമലായിട്ട് കൊടുത്താണ്. നാടൻ പ്ലാവുകളുണ്ട്, വിയറ്റ്നാം എയർലി പ്ലാവുകളുണ്ട്. വിയറ്റ്നാം എയർലിയാണ് 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതിനാണ്. അതേതാണ്? ഇതാണ് ചെറിയാണ്. ഇതാണ് സിഞ്ചോർ വരികയാണ്, റെഡ് കളറിൽ കായ്ക്കും. 4-ാം വർഷം കായ്ക്കും. റെഡ് കളർ അല്ലേ? റെഡ്. അരക്കുണ്ടോ അതിന്? അരക്കുണ്ട്. ഇവിടെ ഏകദേശം 11 തരം റംബൂട്ടാനുണ്ട്. അതിൽ റംബൂട്ടാൻ N80 റെഡ് കളറുള്ളതും മഞ്ഞ കളറും 2 വെറൈറ്റികളുണ്ട്. റോങ് റിയാൻ, മഹർലിക, കൂൾ ബോയ്, മാൽവാന, ബിഞ്ചായി, ജറാം ഇമാസ്, HG ഡെലിബാലി, സീസർ, മൂബർ ഗാർഡിങ്, E35. ഇത്രയും ഇനം റംബൂട്ടാൻ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. റംബൂട്ടാൻ നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 മീറ്റർ നീളവും വീതിയുമുള്ള ആഴമുള്ള കുഴിയെടുക്കുക. 20 കിലോഗ്രാം ചാണകപ്പൊടി, 1 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നന്നായി ഇളക്കുക. കുഴിയെടുക്കുമ്പോൾ ലഭിക്കുന്ന മേൽമണ്ണുമായി ഇപ്പോൾ പറഞ്ഞ മിശ്രിതം നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതിനുശേഷം അത് ഉപയോഗിച്ച് കുഴി മൂടുക. കുഴിയുടെ മുകൾ ഭാഗത്തെ വൃത്താകൃതിയിൽ കൂമ്പാരമായി നിൽക്കുന്ന രീതിയിലായിരിക്കണം കുഴി മൂടേണ്ടത്. ഇങ്ങനെ കൂമ്പാരമായി നിൽക്കുന്ന ഭാഗത്താണ് ചെറിയ കുഴി കുഴിച്ച് അതിലാണ് നമ്മൾ ഈ റംബൂട്ടാൻ നടുന്നത്. റംബൂട്ടാൻ നടുന്നതിൻ്റെ കൂടെ 1 പിടി ചാണകപ്പൊടി റോക്ക് ഫോറസ്റ്റുമായി മിശ്രണം ചെയ്ത് വിതറിയിടുകയാണ്. അതിനു മുകളിലാണ് നമ്മുടെ റംബൂട്ടാൻ നടേണ്ടത്. റംബൂട്ടാൻ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബഡ് ചെയ്ത ഭാഗം എപ്പോഴും ഈ കൂനയ്ക്ക് മുകളിലായിരിക്കണം. പലതരം മാവുകൾ ഇവിടെയുണ്ട്. കൊളംബോ, കർപ്പൂരം, കോശ്ശേരി, ചക്കര, കല്ലുകെട്ടി, മൂവാണ്ടൻ, കളപ്പാടി, മല്ലിക, ഓൾ സീസൺ, കർപ്പൂരം, കോട്ടുകോണം, പ്രിയൂർ എന്നിവ മാവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. വിവിധതരം പ്ലാവുകൾ ഇവിടെയുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. സീഡ് ഫ്രീ ജായ്ക്ക്, സിന്ദൂർ, ഡാൻസൂരിയ, ജാക്ക് J33, ഗംലസ്, ചുങ്കപ്പുര സോഫ്റ്റ്, കംബോഡിയൻ ഓറഞ്ച്, പാത്താമുട്ടം, വിയറ്റ്നാം സൂപ്പർ എർലി, ഞാങ്ങടാക്ക് സൂപ്പർ O എന്നീ ഇനത്തിലുള്ള പ്ലാവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്.
റംബൂട്ടാൻ പല സൈസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു തരുമോ? N18 എന്ന് പറയുന്നത് N18 ആണ് ഏറ്റവും നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട്. 2 ആഴ്ച വരെ പൂർണ്ണമായിട്ട് പഴുത്താലും നമുക്ക് മരത്തിൽ തന്നെ ഇടാം. പറിച്ചു വെച്ചാലും നമുക്കൊരു 4 to 5 days നമുക്കൊരു കുഴപ്പമില്ല ഇരുന്നോളും. പറിച്ചാലും ഓക്കെ. സ്കൂൾ ബോയ് എന്ന് പറയുന്നു. സ്കൂൾ ബോയ് ഷേപ്പ് കൊണ്ടുള്ള വ്യത്യാസമുള്ളൂ. നല്ല ജ്യൂസി ആയിരിക്കും, അത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. പ്ലാവ് നടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ്. പ്ലാവ് നമുക്കൊരു 2 അടി സ്ക്വയർ കുഴി എടുക്കുക. 1 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്. 2 അടി സ്ക്വയർ. ഗ്യാപ്പ് നമുക്കൊരു 15 തൊട്ട് 20 അടി വരെ മതി. സീഡ് ഫ്രീക്ക് ജാതിക്കകത്ത് കുഴിയില്ല. കുരു അരക്കും ഒന്നുമില്ല ഇതില്. ഒന്നുമില്ല, അരക്കൊന്നുമില്ല. ഇല്ല. സിന്ദൂർ അതിനകത്ത് വ്യത്യാസം. സിന്ദൂർ നമ്മുടെ നാടൻ ചെമ്പരത്തി വരിക്കാണ്. റെഡ് നിറത്തിലാണ് ചോള വരുന്നത്. ഒരു 4 years എടുക്കും കായ്ക്കണില്ല. നാടൻ ചെമ്പരത്തി വരിക്ക. ഡയൻ സൂര്യ റെഡ് നിറത്തിലാണ്. തായ്ലൻഡ് വെറൈറ്റി ആണ്. 3 വർഷം കൊണ്ട് കായ്ക്കും. നല്ല റെഡ് നിറത്തിലുള്ള ചോളയാണ്. അത് മലേഷ്യൻ ആണ്. ചക്കളി ഇപ്പൊ നിലവിലുള്ളത് ഏറ്റവും നല്ല ചക്കയാണ്. ഏറ്റവും കൂടുതലും തേൻവരിക്കാട്ടിലും മധുരം എല്ലാം കിട്ടുന്ന ഒരു ചോള ഇതാണ്, ചക്കയാണ്. അതിന്റെ എല്ലാ ആവശ്യത്തിനും ഓക്കെയാണ് ഇത്. J33. ഗംലസ് നമ്മുടെ കർണാടക എന്നുള്ളതാണ്. വെള്ള ചോളയായിരിക്കും അതിന്റെ. പഴുത്താലും പച്ചയാണേലും പഴുക്കം തോറും ഒട്ടും അതിന്റെ തരക്കം ഉണ്ടാവില്ല. ഇതൊക്കെ എത്ര നാൾ കൊണ്ടാകുന്നത്? ഗംലസ് ഒക്കെ ഒരു 3 to 4 years എടുക്കും. J33 3 years മതി. ചുങ്കപ്പുര സോഫ്റ്റ് അതൊരു കൂഴ വെറൈറ്റി ആണ്. ചിപ്സിന് ഏറ്റവും നല്ല കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ്. കംബോഡിയൻ ഓറഞ്ച്. കംബോഡിയൻ അതൊരു 2 years കൊണ്ട് കായ്ക്കുന്നതാണ്. ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ ചുളകളായിരിക്കും. ഓറഞ്ച് നിറമായിരിക്കും എന്ന്. കംബോഡിയൻ ജാക്കാണത്. അത് നമ്മുടെ നാടൻ വരികയാണ്. വലിയ ചക്ക ആയിരിക്കും. ഒരു ഇളം റെഡിഷ് ആയിരിക്കും ചുളക്ക് വരുന്നത്. വിയറ്റ്നാം സൂപ്പർ ഏർലി വിയറ്റ്നാമിൽ നിന്നുള്ളൊരു 1.5 വർഷം കൊണ്ട് കാഴ്ച തുടങ്ങും. ഇയർലി ഒരു 2 times വരെ. 2 അല്ല 3 times വരെ. 2 times പക്കയായിട്ട് അത് കായ്ക്കും. മറ്റുള്ള പ്ലാവുകളെ അപേക്ഷിച്ച് ലൈഫ് കുറവായിരിക്കും വിയറ്റ്നാമിന്. 10 years ഒക്കെ വരുവുള്ളൂ മാക്സിമം. നങ്കടാക്ക് നമ്മൾ ഫ്രൂട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അത് ചെമ്പടാക്കിന്റെയും നാടൻ പ്ലാവിന്റെയും കൂടെ ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു ഇനമാണ്. 12 to 15 ചോളകൾ അത്രേ ഉണ്ടാവുള്ളൂ. ഫ്രൂട്ടിന് വേണ്ടി മാത്രമേ ഉള്ളൂ. മാവ് നടുന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ അതിന്റെ മാവ് നമുക്കൊരു 2 അടിയുള്ള കുഴി എടുത്താൽ മതി. അതിന്റെ ബാക്കി വളങ്ങളല്ല ഈ സെയിം. ചക്രമാവ് അത് നമ്മുടെ ഈ മറ്റേ ചൂമ്പി കുടിക്കുന്ന തൊട്ട് ചെറിയ ഇതില്ലേ പണ്ടത്തെ നാടൻ സാധനമാണ്. കൊളമ്പ് കൊട്ടുകോണം കർപ്പൂരം. കുളമ്പിന്റെ പ്രത്യേകിച്ച് അതിന്റെ തൊലിക്കെട്ട് കൂടുതലാണ്. പുഴുവിന്റെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ ഫൈബർ കണ്ടന്റും ഉണ്ടാവില്ല. ജ്യൂസിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ കൊട്ടുകോണം ആകുമ്പോ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ നിന്നുള്ളതാണ്. കല്ലുകെട്ടി അത് അച്ചാറിടാൻ വെച്ച് പുളിയുള്ള ടൈപ്പാണ്. അച്ചാറിന് ഏറ്റവും ബെറ്ററാ. പിന്നെ കർപ്പൂരം നല്ല മാവാണ്. അതിന്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മൂവാണ്ടൻ തന്നെ നാടൻ വെള്ളം മൂവാണ്ടൻ. ആലപ്പാടി നല്ല മാങ്ങയാണ് കേട്ടോ. അത് തമിഴ്നാട് വെറൈറ്റി. അത് മലിയ നല്ല മാങ്ങയാണേ. കൊട്ടുകോണം അത് നല്ല തിരുവനന്തപുരത്ത് നല്ല മാങ്ങ. അതിന് ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. അതിന് ഈ പുഴുവിന്റെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല. പ്രിയൂര് നമ്മുടെ നാടൻ പേരക്കമാവ്. കോശേരി എന്ന് പറഞ്ഞ മാവ് അതിന് കിലോ വരും. ഒരു മാങ്ങയുടെ വലുപ്പം കിലോ സൈസ് വരും. സെയിം വളമല്ല, സെയിം തന്നെ. അത് 20 feet നിന്നോളും. നമ്മൾ അപ്രൂവ് ചെയ്തൊക്കെ നിർത്തിയാൽ മതി. ഷേപ്പ് ചെയ്തേ മാവെല്ലാം 3.5 വർഷം എടുക്കും മാവെല്ലാം കായ്ക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.